പരാഗിന്റെ സച്ച് ഓഫ് വേസ്റ്റ് ഓഫ് ക്യാപ്റ്റൻസി. ബേസിക്കലി ഞാൻ രാജസ്ഥാനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ രാജസ്ഥാന്റെ വളരെ വലിയൊരു ഫാനാണ്. 3 കളികളിൽ പരാഗിനെയാണ് സഞ്ജുവിന് പറയുന്നത്. കാരണം സഞ്ജുവിന് കൈക്ക് പരിക്കായത് കാരണം അവർ ക്യാപ്റ്റനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഓവർ മാത്രമാണ് നിതീഷ് റാണ എന്ന സ്പിൻ ബൗളർ, ഓൾറൗണ്ടറാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു ഓവർ കൊടുത്തു. ആ സമയത്താണ് നിതീഷ് റാണ വന്നിട്ട് ഒരു ഓവർ എറിഞ്ഞിട്ട് 9 റണ്ണിന് പിടിച്ചത്. ആ നിതീഷ് റാണക്കോ അതിനുശേഷം ബോൾ കൊടുത്ത ഒരു സ്പിന്നർക്ക് ബോൾ കൊടുത്ത സ്പിന്നർമാരില്ലായിരുന്നു എന്ന് പറയാം. അതിൽ ഫസലുൽ ഫറൂഖി എന്ന് പറഞ്ഞ എന്തിനാണ് പുള്ളിനെയൊക്കെ കളിപ്പിച്ചത് തന്നെ മനസ്സിലാക്കുക. പുള്ളി എല്ലാ ബോളും ഫുൾ ടോസ് എറിയുന്നത്. ഇഷാൻ കിഷന്റെ സെഞ്ചുറി അത് എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയാണ്. പുള്ളിയെ മുംബൈ കൈവിട്ട ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെട്ടത് എല്ലാം കൂടി അയാള് രാജസ്ഥാന്റെ മുകളിലേക്ക് കലിപ്പ് തീർക്കുന്ന രീതിയിലായിരുന്നു പുള്ളി കളിച്ചത്. അത്രയും മനോഹരമായിട്ട് അത്രയും ഗംഭീരമായിട്ടായിരുന്നു അയാൾ കളിച്ചത്. അതിന് തൊട്ടു മുമ്പ് തന്നെ ആദ്യം ബാറ്റ് ചെയ്ത ട്രാവിസ് ഹെഡ് അതിമനോഹരമായ എന്നത്തെയും പോലെ കൂറ്റൻ വെടിക്കെട്ട് കണ്ടു. ഞാൻ വിചാരിച്ചത് ലേലത്തിൽ ഏറ്റവും അബദ്ധമായിട്ടുള്ള വിളി ഒരുപക്ഷെ തുഷാർ ദേശ്പാണ്ഡെയുടേതായിരുന്നു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ സന്ദീപ് ശർമ്മ വളരെ നന്നായിട്ട് അദ്ദേഹവും ബോൾ ചെയ്തു. ക്യാപ്റ്റൻ കമ്മിൻസ് വളരെ നന്നായിട്ട് ഫീൽഡർമാരെ യൂസ് ചെയ്തു. ആദ്യം തന്നെ ആ പ്രഷർ 286 എന്ന റണ്ണിന് രാജസ്ഥാന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്തു. സഞ്ജു സാംസണും ധ്രുവ് ജുറലും കൂടി വളരെ നല്ലൊരു കോമ്പിനേഷനിൽ വളരെ നന്നായിട്ട് റണ്ണ് അടിച്ചെടുത്തു. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഫാസ്റ്റ് ബോളിങ്, ചെറിയ ഗ്രൗണ്ട് ആയിരുന്നു. ആ സമയത്ത് ഒരു സ്പിന്നറെ യൂസ് ചെയ്യാൻ ബുദ്ധി ഉപയോഗിച്ചു. അതായിരുന്നു പരാഗ് ചെയ്യാതിരുന്നത്. ശുഭൻ ദുബെയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം അടിക്കാരൻ ഹെറ്റ്മെയറും കൂടി അവസാന ഓവറിൽ നന്നായിട്ട് കളിച്ചു.